എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ ഈ ഒരു റോസ് ഫ്ലവറിൻ്റെ ബാക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളർ യാൺ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ പോലെ ഞാൻ വലിയ ഹുക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. 5mm ഹുക്കാണ് എടുത്തിട്ടുള്ളത്. 4 പ്ലൈയുടെ അക്രിലിക് യാണുമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഒരു മാജിക് റിങ് ചെയ്യാം. എങ്ങനെയാണ് മാജിക് റിങ് ചെയ്യേണ്ടതെന്ന് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും സംശയമുള്ളവരുണ്ടെങ്കിൽ താഴെ ഞാൻ കൊടുക്കാം, അതൊന്ന് നോക്കിയാൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഇതിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ ആദ്യം ഒരു ചെയിൻ ഇടുക. സിംഗിൾ ക്രോഷ്യ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നമ്മൾ ഈ ഒരു മാജിക് റിങ്ങിൽ ഇപ്പോൾ 10 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിൽ ഫസ്റ്റ് കാണുന്ന ചെയിനിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഫസ്റ്റ് ചെയിനിനുള്ളിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു. എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് 5 ചെയിൻ സ്റ്റിച്ച്. 1, 2, 3, 4, 5. 5 ചെയിൻ സ്റ്റിച്ച് ഇട്ടു. ഇനി അതിൽ ആദ്യത്തെ ചെയിൻ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ ചെയിൻ സ്റ്റിച്ചിനുള്ളിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് നമ്മൾ ഇതിനകത്ത് കൂടി ഇടുക. സ്ലിപ്പ് സ്റ്റിച്ച് എന്താണെന്ന് അറിയാത്തവർ കാണുന്നുണ്ടെങ്കിൽ അവർ ആദ്യം പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് എന്താണെന്നുള്ളതിൻ്റെ വീഡിയോ കണ്ട് പഠിച്ചതിന് ശേഷം വേണം കേട്ടോ ചെയ്യാൻ. അടുത്തത് നമ്മൾ അടുത്ത ചെയിൻ സ്റ്റിച്ചിനുള്ളിലൂടെ ഇട്ടിട്ട് നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി അടുത്ത ചെയിനിൽ നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. വീണ്ടും നമ്മൾ നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്യുന്നു. നമുക്കിപ്പോൾ ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത ചെയിൻ കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാൻ. അതായത് ഇപ്പം ഞാൻ ഈ ചെയിനിലാണ് ഇട്ടിട്ടുള്ളത്. ഈ ചെയിന് ഞാനിപ്പോൾ ഒഴിവാക്കിയിട്ട് സ്കിപ്പ് ചെയ്തിട്ട് ഇപ്പുറത്തെ ചെയിനിലാണ് ഞാൻ ഇനി ഹുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് വിട്ടിട്ട് തൊട്ടടുത്ത ചെയിനിലാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. വീണ്ടും നമ്മൾ 5 ചെയിൻ സ്റ്റിച്ച് ഇടുക. ഒരെണ്ണം നമ്മൾ സ്കിപ്പ് ചെയ്തു. അടുത്തതിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ടുള്ളതിൽ സിംഗിൾ ക്രോഷ്യ.
അത് കഴിഞ്ഞിട്ടുള്ളതിൽ ഹാഫ് ഡബിൾ ക്രോഷേ, ഹാഫ് ഡബിൾ ക്രോഷേ, ഒരെണ്ണം കൂടെ ഉണ്ട്, അതിൽ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ചെയിൻ സ്റ്റിച്ച് വിട്ട് തൊട്ടടുത്തുള്ള ചെയിൻ സ്റ്റിച്ചിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തു. ഇനി വീണ്ടും ഇതുപോലെ 5 ചെയിൻ സ്റ്റിച്ച്, ഇപ്പം നമ്മൾ 5 എണ്ണം ചെയ്തിട്ടുണ്ട്. അവസാനത്തത് നമ്മളിതുപോലെ തന്നെ ഒരു ചെയിൻ സ്റ്റിച്ച് വിട്ടിട്ടുള്ള ഇതിൽ നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ഈ ഒരു സ്റ്റാർ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിനോട് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ നടുവിലുള്ള ഈ ഒരു സാധനത്തിന് നമ്മൾ മാജിക് റിങ് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് കിട്ടും. ഇതാ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റാർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇത് എങ്ങനെ അറ്റാച്ച് ചെയ്യാന്നുള്ളത് നോക്കാം.